من المربوع وأقصر من المشذب عظيم الهامة. നബി തങ്ങളുടെ തല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിരസ് ഉയർന്നതും മുഅഖറു റഅസിഹി ഫീഹി ശൈഉൻ മിന അദ്ദഖാമ, തങ്ങളുടെ തലയുടെ ഈ ഭാഗം ഒരു എടുപ്പുണ്ട് സ്വല്ലല്ലാഹു, നല്ല ആകാരമുള്ള ശരീരമാണ്, അതിനോട് യോജിച്ച തലയുടെ വലിപ്പവും അങ്ങനെയായിരുന്നു സ്വല്ലല്ലാഹു. അദീമുൽ ഹാമ, ചെറിയ തലയല്ല. رجل الشعر إن انفرقت عقيصته فرقها. رسول الله صلى الله عليه وسلم തങ്ങളുടെ മുടി റജിലു ഷഅർ, മുടി റജിലാണ്. റജിൽ എന്ന് പറഞ്ഞാൽ വളരെ മിനുസമുള്ളതാണ്. മുസ്തർസിലുൻ നാഇമുൻ എന്ന് പറഞ്ഞാൽ തങ്ങളെ തലയിൽ കൈവച്ചിട്ട് മുടി ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് അങ്ങനെ ആവും, അങ്ങനത്തെ മുടിയാണ്. വളരെ കേളിയായിട്ട് ഇങ്ങനെ ചുരുണ്ട് പിടിച്ച് നടക്കുന്ന മുടിയല്ല. തങ്ങൾ നേരങ്ങാക്കി കഴിഞ്ഞാൽ മുടി നേരെയാണ്. തങ്ങൾ ആ മുടി രണ്ട് ഭാഗമാക്കി വിരലുകൊണ്ട് ഇങ്ങനെ ആക്കിയാൽ ആ മുടി രണ്ട് ഭാഗമായി മാറും. അങ്ങനത്തെ സോഫ്റ്റ് മുടിയായിരുന്നു നബി തങ്ങളുടേത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നൊരിക്കൽ റസൂലുള്ളാഹി തങ്ങളുടെ മടിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ സിദ്ദീഖ് എന്നവരിങ്ങനെ തലയിലെ നരച്ച മുടി ഇങ്ങനെ എണ്ണിയതാണ്. അന്ന് നബി തങ്ങൾക്ക് ആ ഒരു സമയം 63 വയസ്സിന്റെ ആ സമയം നബി തങ്ങളുടെ തലയിലെ വെളുത്ത മുടി എത്രയാണെന്ന് എണ്ണിയപ്പോ 17 എണ്ണമായിരുന്നു. ഞാനത് എണ്ണി കണ്ടു എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അന്ന് അറബികൾക്ക് നിരക്കുന്നത് 80 കഴിഞ്ഞതിന്റെ ശേഷമാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് 40 ആയപ്പോഴേക്കും നരബാധിച്ചു തുടങ്ങി. എപ്പോഴാണ് ശിബ്ത യാ റസൂലല്ലാഹ്, നബിയെ അങ്ങേക്ക് നരബാധിച്ചുവല്ലോ. قال شيبتني هود واخواتها. ഹൂദ് സൂറത്തും സൂറത്തുൽ ഇൻഫിതാർ, സൂറത്തുൽ ശംസ്, സൂറത്തുൽ ലൈൽ, സൂറത്തുൽ തക്വീർ, ഈ സൂറകളാണ് എന്നെ നരബാധിച്ചത്, നരബാധിക്കാൻ കാരണമായത്. ഖിയാമത്തിനെ സംബന്ധിച്ച് പറയുന്ന ആ വിവരണങ്ങൾ ഉള്ളതുകൊണ്ട് ആ പേടിയിലാണ് എനിക്ക് നര വന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. رجل الشعر إن انفرقت عصيقته فرقها يجاوز شعره شحمة أذنيه. തങ്ങളുടെ മുടിക്ക് നീളം കൂടുതലുണ്ടായിരുന്നു. നബി തങ്ങളുടെ ചെവിക്കുന്നി വരെ. യുജാവിസു ശഅറുഹു ശഹ്മത ഉദ്നൈ, ഇവിടെ നിന്ന് ഇങ്ങോട്ടങ്ങനെ ആക്കി കഴിഞ്ഞാൽ ചെവിക്കുന്നി വരെ നബി തങ്ങളുടെ മുടിക്ക് നീളമുണ്ടായിരുന്നു. ഇവിടെയാണത് എത്തുന്നത്. അങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുടി വളർത്തുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. ഇപ്പൊ താടി വളർത്തുന്ന ഒരു സ്റ്റൈലായിട്ട് മാറിയിട്ടുണ്ട്. അത് സുന്നത്തായ സ്റ്റൈലായാൽ മതിയായിരുന്നു. നല്ല ഉഷാറില് ഒരു ലുക്കുള്ള താടി. ആരും മനുഷ്യന്മാരെ പേടിപ്പിക്കണ ഏത് താടിയല്ല, ഒരു റാഹത്തുള്ള താടി തന്നെ. പക്ഷെ അത് സിനിമാ നടന്മാരെന്ന് കിട്ടിയതാണോ എന്നൊരു സംശയം. അല്ലാഹു അലം. അത് സുന്നത്തായിട്ട് എടുക്കുകയാണെങ്കിൽ കൂലി കിട്ടും. ഉറങ്ങുമ്പോഴും കൂലി കിട്ടുമല്ലോ. താടി ഉണ്ടായി ഉറങ്ങുമ്പോഴൊക്കെ കൂലി കിട്ടുമല്ലോ. മുഅ്മിനായ മനുഷ്യന് ഉറങ്ങുമ്പോ മലക്കുകൾ അരികത്ത് വന്നിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതാണ്. മുഅ്മിനായ മനുഷ്യൻ ഉറങ്ങുമ്പോ എന്ത് വെച്ചാൽ ഉണർന്നിരിക്കുമ്പോ ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ആളാണ്. ഉറക്ക നിർബന്ധമാണല്ലോ, അതുകൊണ്ട് ഉറങ്ങിപ്പോയതാണ്. അതുകൊണ്ട് അയാൾക്ക് വേണ്ടി മലക്കുകൾ അടുത്ത് നിന്ന് ഇസ്തിഗ്ഫാർ, അല്ലാഹു ഇയാൾക്ക് പുറത്തു കൊടുക്കണേ, കുറച്ചോനെ പുറത്തു കൊടുക്കണേ, കുറച്ചോനെ പുറത്തു കൊടുക്കണേ. മുഅ്മിനായ മനുഷ്യൻ അങ്ങനെ പ്രത്യേകത. ഉണർന്നിരിക്കുന്ന നേരത്ത് ബടായി വരണ ആൾക്കാർക്ക് അത് കിട്ടൂല. ആ സമയത്ത് നല്ല കാര്യം പറയുന്ന ഒരാളാണ്. എന്നാ പിന്നെ ഉറങ്ങുമ്പോ പാവം ഉറങ്ങല്ലേ. ചിലത് ഉറങ്ങി പറക്കുമ്പോല്ലേ എന്തോ ഒരു പാവലേ എന്ന് പറയില്ലേ. ഉറങ്ങുമ്പോ ഉണർന്നോക്കേണ്ട വേറെയാണെന്ന് പറയും. അപ്പൊ ഉണർവിലും ഉറക്കിലും സ്വഭാവം ഒരുപോലെയാക്കി തരുമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് രാത്രി ഖിയാമുൽ ലൈൽ ഉണ്ടായിരുന്ന ഒരാൾ എന്തെങ്കിലും അസുഖം ബാധിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയാതെ പോയാൽ കുതുബത്തുലഹു, ആ മനുഷ്യന് തഹജ്ജുദ് നിസ്കരിച്ച കൂലി അല്ലാഹു കൊടുക്കും. എന്തേ? ആരോഗ്യം ഉണ്ടെങ്കിൽ അയാൾ ചെയ്യുമായിരുന്നല്ലോ. ഇപ്പൊ രോഗിയായതുകൊണ്ടല്ലേ. അതുകൊണ്ടാണ് പ്രായമാകുന്ന അവസ്ഥയിലേക്ക്, നമ്മൾ പ്രായാധിക്യത്തിലേക്ക് കടക്കുമ്പോ പിന്നെ ഊരവേദന തുടങ്ങും, കാലുമുട്ടിന് വേദന, പ്രയാസം. അതൊരു സുഹൃത്ത് പറഞ്ഞല്ലോ, ഉമ്മ വീണുപോയി. റബ്ബേ, ആരപ്പത് ഓർക്കാൻ വേണ്ടി പറഞ്ഞത്? മസ്കത്തില്ല, അവരുടെ ഉമ്മ നടന്നു പോകുമ്പോ ഒരു മുറ്റത്ത് പറമ്പിൽ വീണുപോയി, കാലം മുറിഞ്ഞിട്ടുണ്ട്, ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞ വിഷമത്തിലാണ്. അള്ളാഹു ഉമ്മാക്ക് സലാമത്ത് നൽകട്ടെ. എല്ലുകളൊക്കെ ദുർബലമായി പോയി. വാർദ്ധക്യമുള്ള ആളുകൾക്ക് അള്ളാഹു തആല ഇബാദത്ത് വെറുതെ രേഖപ്പെടുത്തി കൊടുക്കുന്ന പെൻഷൻ എന്ന് പറഞ്ഞ പോലെയല്ല അത്. അള്ളാഹു തആല വാരിക്കോരി കൊടുക്കും. എന്തേ? യൗവനുള്ള സമയത്ത് അധ്വാനിച്ച ആളല്ലേ, അതുകൊണ്ട് കിടക്കട്ടെ.
അതേ പ്രയോഗിച്ച് മുൻകാല പ്രാബല്യത്തിൽ അള്ളാഹു അമലുകൾ ഇങ്ങനെ എഴുതി കൊടുക്കുന്ന. അങ്ങനെയാണെങ്കിൽ എത്ര പ്രായം കിടന്നാൽ എന്താ പ്രയാസം? അപ്പോ മുടി നീട്ടി വളർത്താൻ ആഗ്രഹമുണ്ട്, എന്നാ പിന്നെ എന്ത് ചെയ്യാം? ചെവിക്കുന്നി വരെ വളർത്തിയിട്ട് ഇവിടെ അങ്ങ് വെട്ടിക്കളയാം, നല്ല നീളമുള്ള. അങ്ങനെ ഒരാൾക്ക് നിബിതങ്ങൾ മുടി ചെറുതാക്കി വെച്ചിട്ടുണ്ട്, തങ്ങൾ മുടി ഷേവ് ചെയ്തിട്ടുണ്ട്. പല അവസ്ഥ ഉണ്ടാണ്. നിബിതങ്ങൾ മുടി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടങ്ങിടുന്ന രീതിയിൽ കെട്ടിവെച്ചിട്ടുണ്ടെന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്ന് നഖം മുറിക്കുന്ന ആളുകൾ വീടുകളിലൂടെ കയറിയിറങ്ങാൻ മിനിമം 40 ദിവസം എടുക്കുന്നതാണ് ഒരു റൗണ്ട്. ഒരു കബീല മുറിച്ചിട്ട് അടുത്ത കബീലേക്ക് എത്തണമെങ്കിൽ. അപ്പോ 40 ദിവസത്തിനുള്ളിൽ നിർബന്ധമായും ആ വിഷയങ്ങളൊക്കെ ക്ലീൻ ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ അലിമികൾ നിമിത്തം പറയുന്നത് അന്ന് അത്ര അവൈലബിലിറ്റി സാധനം കിട്ടണ്ടേ മുറിക്കണമെങ്കിൽ. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് എത്രയും പെട്ടെന്ന് വൃത്തിയാവാൻ കഴിയുമോ അത്രയും നേരത്തെ വൃത്തിയാവൽ സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി അങ്ങനെയാണ്. അപ്പോ മുടി മുറിക്കുന്ന വിഷയത്തിൽ ഒരുപക്ഷെ ചില സമയങ്ങളിൽ തങ്ങൾക്ക് അങ്ങനെ ആയിരിക്കാം എന്നാണ് ഇതിന് കാരണം പറയാറുള്ളത്. യുദ്ധങ്ങളും യാത്രകളുമായിട്ട് നിബിതങ്ങൾക്ക് അതിന് സൗകര്യപ്പെടാത്തത് കൊണ്ടായിരിക്കണം തങ്ങൾ നീട്ടി വളർത്തിയത്. പക്ഷെ നിബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തല മുണ്ഡനം ചെയ്തിട്ടുണ്ട്, ചെറുതാക്കി വെച്ചിട്ടൊക്കെ ഉണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൺപുരികങ്ങൾ ഒന്ന് മറ്റൊന്നിലേക്ക് ചേർന്ന് നിൽക്കുന്ന പോലെയായിരുന്നു. അസജ്ജുൽ ഹവാജിബ്, നല്ല ഇടതിങ്ങിയ മുടിയുള്ളതാണ് നബി തങ്ങളുടേത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചേർന്ന് നിൽക്കുന്ന പോലെ. അസ്ഹറൽ ലൗനി, അവിടുത്തെ ശരീരത്തിന്റെ നിറം ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമായിരുന്നു. ലൈസ ബി അബ്ഹഖ, പെയിൽ വൈറ്റ് എന്ന് പറയില്ലേ, വളരെ വൈറ്റ് വാഷ് അടിച്ച പോലുള്ള കളർ, അങ്ങനെയല്ല. നബി തങ്ങളുടേത് ഒരു സ്വർണ്ണ നിറവുമായി സാദൃശ്യമുള്ള ഒരു മഞ്ഞ കലർന്ന വെളുപ്പ്, എന്നാൽ അത് ചുവപ്പ് ഇച്ചിരി മിക്സ് ആയത്. അതിനാണ് അസ്ഹറൽ ലൗൻ എന്ന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു. ഹബീബുനാ റസൂലുള്ളാഹി വാസിഅൽ ജബീൻ, അവിടുത്തെ നെറ്റിത്തടം വിശാലമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. നെറ്റിത്തടം വിശാലമായത്. കുറെ അങ്ങനത്തെ ആലിമീകൾ ചിലരൊക്കെ കാണുമ്പോൾ അങ്ങനെ അഹ്ലു ബൈത്തിലെ ചില ആളുകളൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. ഷെയ്ഖ് നിനോവി എന്ന് പറയുന്ന ഒരു സുന്നി പണ്ഡിതനുണ്ട്. അവര് എനിക്കറിയില്ല, അദ്ദേഹം അമേരിക്കയിലാണ് എവിടെ സെറ്റിൽഡ് എന്നറിയില്ല. ഷെയ്ഖ് നിനോവി. ഇംഗ്ലീഷിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരുപാട് വിവിധങ്ങളുടെ മദ്ഹ് പ്രഭാഷണങ്ങളൊക്കെ കാണാൻ പറ്റും. സയ്യിദാണ്. അവർക്കൊക്കെ ആ ഒരു നെറ്റിത്തടത്തിന്റെ എടുപ്പും മുഖഭാവവും കാണുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു രൂപം ഇങ്ങനെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും ഡിസ്ക്രിപ്ഷൻ വായിക്കുമ്പോ. ഷെയ്ഖ് നിനോവി എങ്ങനെയാണ്? ഷെയ്ഖ് ഹംസ യൂസുഫിനെ രണ്ട് പ്രാവശ്യം ഞാൻ കണ്ടിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ വിശാലമായി നെറ്റിത്തടമുള്ള നല്ല വെളിച്ചമുള്ളൊരു മനുഷ്യനാണ്, നല്ലൊരു പ്രഭയാണ്. ഒരിക്കലും ഒരു കാലിഫോർണിയക്കാരനാണ് ബൈ എത്നിസിറ്റി, ഒരു അമേരിക്കനാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷാണെന്ന് തോന്നൂല. ഒരു സയ്യിദ് കുടുംബത്തിൽ ഒരു അറബ് രാജ്യത്തെവിടെയോ ജനിച്ചതാണെന്ന് തോന്നുള്ളൂ. അങ്ങനെ ഒരു വാസിഅൽ ജബീൻ, വിശാലമായും നെറ്റിത്തടമുള്ളത് അത് നബി തങ്ങളുടെ പ്രത്യേകതയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അള്ളാഹു കൊടുക്കുന്നവർക്ക് ഇതൊന്നും ചുരണ്ടുണ്ടാക്കാൻ പറ്റൂലല്ലോ. അള്ളാഹു തആല തരണ്ടേ? അള്ളാഹു തആല ചില ആളുകൾക്ക് അത് കൊടുക്കും. ചിലരുടെ അഹ്ലു ബൈത്തിനൊക്കെ ചില ആ ഒരു ബാഫഖി തങ്ങളുടെയൊക്കെ ആ ഒരു മുഖഭാവത്തിലേക്ക് നോക്കിയാൽ വിശാലമായ നെറ്റിത്തടം. ശംസുൽ ഉലമയുടേത് അങ്ങനെയാണ്. മഹാനായ ശംസുൽ ഉലമയുടേത് വിശാലമായ നെറ്റിത്തടമാണ്. ആ തലപ്പാവൊക്കെ വളരെ മേലോട്ട് കയറ്റി വെച്ചിട്ട് മഹാനായ ഇങ്ങ് വളരെ വിശാലമായ നെറ്റിത്തടമുള്ള മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ അവറുകൾ. അതൊക്കെ ഒരു വല്ലാത്ത തൗഫീഖാണ്. വാസിഅൽ ജബീൻ അഖ്നൽ അർനൈനി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂക്ക് നീണ്ടതാണ്. അത് ഒരുപാട് വീതിയുള്ളതല്ല, നീണ്ട പൊക്കമുള്ളത്. അതായത് മൂക്കിന്റെ ഈ തെല്ല് പൊങ്ങിയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചെറിയൊരു ചാല് പോലെ ഉണ്ടായിരുന്നു നബി തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മൂക്കിന്റെ ഡിസ്ക്രിപ്ഷൻ. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു ബ്യൂട്ടി കോൺടെസ്റ്റ് ഒക്കെ കൈകാര്യം ചെയ്ത ജഡ്ജിമാർക്ക് അത് അറിയാൻ പറ്റുള്ളൂ. ഏതാണ് ഭംഗി, ഭംഗിയുടെ ക്രൈറ്റീരിയൻ എന്തൊക്കെയാണ് എന്ന് അവർക്ക് ചില ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ പാട്ടിന്റെ വിഷയത്തിലല്ലേ ഇപ്പൊ അതിന്റെ ജഡ്ജിമാർ പറയുമ്പോൾ റബ്ബ് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആണ് ഈ പാട്ട് എന്ന് തിരിഞ്ഞത് ആൾക്കാർക്ക്. അപ്പൊ ഈ ബ്യൂട്ടി കോൺടെസ്റ്റിലും അങ്ങനെയുണ്ട്. അവര് അത് സെലക്ട് ചെയ്യുന്ന വിഷയത്തിൽ അങ്ങനെ ഉണ്ട് പോലും.
അതിൽ ഏറ്റവും മനോഹരമായത് ഉയർന്നു നിൽക്കുന്ന മൂക്കിന്റെ തെല്ല് ഉയർന്നിട്ട് ഒരൽപ്പം ചെറിയൊരു ചാല് പോലെ, എന്നാൽ വീതി കൂടാത്ത, വീതി കുറഞ്ഞ ഉയർന്നു നിൽക്കുന്ന മൂക്കായിരുന്നു നബി തങ്ങളുടേത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു ഫഹാമത്തിന്റെ, ഒരു ഷഹാമത്തിന്റെ അടയാളമാണെന്നാണ്, നല്ലൊരു തറവാടിത്തത്തിന്റെ അടയാളമാണ് അങ്ങനത്തെ മൂക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലഹു നൂറുൻ യഅലൂ, നബി തങ്ങൾക്ക് ആകെ ഒരു പ്രകാശമുണ്ടായിരുന്നു, ഹബീബിനെ ഒരു പ്രകാശം പൊതിയുമായിരുന്നു. നൂറുൻ യഅലൂ, എല്ലായിടത്തും ചുറ്റും പ്രകാശമുള്ള പോലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. يحسبه من لم يتأمله أن الشمس تطل من جبينه. നിബിതങ്ങളെ മനസ്സിലാവാത്ത ഒരാൾ നിബിതങ്ങളെ ആദ്യമായി കാണുകയാണെങ്കിൽ നിബിതങ്ങളുടെ നെറ്റിയിൽ നിന്ന് സൂര്യോദയം നടക്കുന്നുവോ എന്ന് തോന്നിപ്പോകുമത്രേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നെറ്റിയിൽ നിന്ന് സൂര്യോദിക്കുകയാണോ, അങ്ങനെ ഒരു പ്രകാശമുണ്ടായിരുന്നു നിബിതങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആമിന റളിയല്ലാഹു അൻഹാ നിബിതങ്ങളെ ഗർഭം ധരിച്ച സമയത്ത് തന്നെ നൂർ, അവിടുത്തെ ആമിന ബീവിയുടെ വയറ്റിൽ നിന്നൊരു പ്രകാശം പോകുന്നത് കണ്ടിട്ടുണ്ട്. ബീബി ആമിന റളിയല്ലാഹു അൻഹ, ഇമാം ബൈഹഖി അടക്കമുള്ള ആളുകൾ സ്വഹീഹായ സനദോടുകൂടെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. പ്രകാശം കടന്നുപോയി, എല്ലാം പ്രകാശമാണ്. ലഹു നൂറുൻ യഅലൂ, നബി തങ്ങളുടെ പ്രകാശം ഉയർന്നതായിരുന്നു. എപ്പോഴും നബി തങ്ങളുടെ ദേഹത്ത് പ്രകാശം സ്ഫുരിക്കുമായിരുന്നു. യഹ്സബുഹു മൻ ലം യതഅമ്മൽഹു, തങ്ങളെ ശരിക്കും മനസ്സിലാവാതിരിക്കുന്ന നേരം ഒരാൾക്ക് അന്ന ശംസ തതുല്ലു മിൻ ജബീനിഹി, അവിടുത്തെ നെറ്റിയിൽ നിന്ന്, വിശാലമായ നെറ്റിയിൽ നിന്ന് സൂര്യൻ ഉദിക്കുകയാണോ എന്ന് തോന്നിപ്പോകും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.